ഞാൻ ആവശ്യമായ സൗണ്ട് ഉണ്ടാക്കണ്ട. ഈ സാധനം ഞാൻ യൂട്യൂബിൽ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങളെ സൗണ്ട് നാട്ടുകാരെ മൊത്തം കേൾക്കും. ഓക്കെ, റെഡി? സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. റെക്കോർഡർ ക്ലാസ് നിന്റെ സൗണ്ട് ഒന്നും കേൾക്കാല്ലേ? റെക്കോർഡർ ക്ലാസ് ആണോ? ആളത് റെക്കോർഡ് ചെയ്യും. സാറിന്റെ യൂട്യൂബ് ചാനൽ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ. എടാ നിങ്ങൾ ഫുൾ കംപ്ലൈന്റ് അല്ലേ നിങ്ങളെ ക്ലാസ് യൂട്യൂബ് ചാനലിലെ ക്ലാസ് മനസ്സിലാണില്ല പറഞ്ഞിട്ട്? അതല്ല, അതില് കാണുന്നില്ല വീഡിയോസ് പോയേക്കുമ്പോ. അത് ഉണ്ടാവില്ല. അത് എന്താ പറയണേ? ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത്. അത് ആ ലിങ്ക് ത്രൂ പോണടാ. ഞാൻ അയച്ച ലിങ്ക് ഇല്ലേ, ആ ലിങ്ക് വഴി പോയാൽ കാണാൻ പറ്റാം. ഓക്കെ, ഈ ക്ലാസ് എന്ത് ചെയ്യും? ഇപ്പൊ ഇന്ന് ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ലിങ്ക് ആക്കി തരാം. അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ കാണാലോ. അപ്പോ എന്താണ് റിയാക്ടിവിറ്റി സീരീസ്, എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് നമുക്ക് നോക്കണം. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ. ഈ റിയാക്ഷൻസ് നടക്കുന്ന മെറ്റലുകളുണ്ട്. ഈ മെറ്റലുകളെ അവയുടെ റിയാക്ടിവിറ്റി അനുസരിച്ച്, അതായത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഉണ്ടാവാം, അതുപോലെ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലുകൾ ഉണ്ടാവാം. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിൽ നിന്ന് കുറഞ്ഞ മെറ്റലിലേക്ക്, അതായത് പിന്നെ ഡിക്രീസിങ് ഓർഡർ അനുസരിച്ചിട്ട് ആ മെറ്റലിനെ ഇങ്ങനെ ഒരു സീരീസ് ആയി അറേഞ്ച് ചെയ്യും. അതിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. The arrangement of metal in the increasing order of is known as reactivity series എന്നാണ് പറയാം. നമുക്ക് അവിടേക്ക് എത്തിയിട്ടില്ല. അതിന് മുന്നേ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയണം. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ റിയാക്ടിവിറ്റി സീരീസ് ഉണ്ടാകുന്ന, അവിടെ ഉണ്ടാകുന്ന പിന്നെ ഇലക്ട്രിക്കലി അവിടെ ഉണ്ടാകുന്ന ഒരു തരം റിയാക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മെറ്റലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചില സൊല്യൂഷനിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യും. അങ്ങനെ സൊല്യൂഷനിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യാന്ന് മുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ആ കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് അവിടെ എന്താകും, മെറ്റലുകൾ അയോൺസ് ആയി മാറുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പാഠമാണ് എന്ത്, നമ്മളുടെ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. റെഡി അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പൊ ഇനി നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ, കയ്യിലുണ്ടോ? ഓക്കെ, ഫസ്റ്റ് പേജ്, ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പേജ് എടുത്ത് നോക്കാം. നമുക്കറിയാം മെറ്റലുകൾ അല്ലെ, മെറ്റലുകളെ പിന്നെ നമ്മളുടെ വാട്ടറുമായി റിയാക്ഷൻ നടന്നാൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ഒരുപാട് മെറ്റലുകളുണ്ട്. സോഡിയം, മെഗ്നീഷ്യം, കോപ്പർ എന്നൊക്കെ പറയുന്ന ഒരുപാട് മെറ്റലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോ ഞാൻ എന്ത് ചെയ്തു, ഏതൊരു മെറ്റലിനെയും വാട്ടറുമായി റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. എനി മെറ്റൽ, ഇപ്പൊ നമ്മൾ സോഡിയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെഗ്നീഷ്യം ആവട്ടെ, അതല്ലെങ്കിൽ കോപ്പർ ആവട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റലിനെ എടുക്കാം. ഈ മെറ്റല് വാട്ടറുമായി റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആയിരിക്കും. അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആയിരിക്കും. പിന്നെ ആ മെറ്റലിന്റെ കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. മെറ്റലിന്റെ കറസ്പോണ്ടിങ് എന്താ ഉണ്ടാകുന്നത്? ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. അപ്പൊ മെറ്റല്, ഞാൻ ഒന്നുകൂടി അതിനെ സ്പെസിഫൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് തരാം. മെറ്റല് വാട്ടറുമായി റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. അതേപോലെ തന്നെ ഹൈഡ്രജനും ഉണ്ടാകും. ഇതാണ് മെറ്റലും വാട്ടറും തമ്മിൽ നടന്നാൽ റിയാക്ഷന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു സോഡിയം ഉണ്ടായിരുന്നു, അതുപോലെ മെഗ്നീഷ്യം ഉണ്ടായിരുന്നു, അതുപോലെ കോപ്പർ ഉണ്ടായിരുന്നു. ഇതൊരു ലബോറട്ടറിക്കൽ പിന്നെ എക്സ്പെരിമെന്റ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സോഡിയം, എൻ്റെ കയ്യിലുണ്ടായിരുന്ന മെഗ്നീഷ്യം, എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടറിന് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 3 ബീക്കറുകൾ വെച്ചിട്ടുണ്ട്. ഒരു ബീക്കറിൽ സോഡിയം ഉണ്ടായിരുന്നു,
ഈ ബീക്കറുകളെല്ലാം എന്തുണ്ട്? H2O ഉണ്ട്. ദാറ്റ് മീൻസ് വാട്ടർ ഉണ്ട്. ഈ ബീക്കറിലൊക്കെ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. ഞാൻ ഇതിലേക്ക് സോഡിയത്തിനെ ഇട്ടു, ഇതിലേക്ക് മെഗ്നീഷ്യത്തിനെ ഇട്ടു, ഇതിലേക്ക് കോപ്പറിനെ ഇട്ടു. ഈ സോഡിയത്തിനെ ഈ വാട്ടറിലേക്ക് ഇട്ടപ്പോൾ, മെഗ്നീഷ്യത്തിന് ഈ വാട്ടറിലേക്ക് ഇട്ടപ്പോൾ, കോപ്പറിനെ വാട്ടറിലേക്ക് ഇട്ടപ്പോൾ സോഡിയം പെട്ടെന്ന് വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കുന്നതായിട്ട് കണ്ടു. മെഗ്നീഷ്യം അത്ര പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല? വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കുന്നില്ല. കോപ്പർ ആണെങ്കിലോ തീരെ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കാത്ത ഒരു സാഹചര്യം നടക്കുന്നു. അപ്പോ നമ്മളെടുത്തുള്ള മെറ്റൽ, ഈ മെറ്റൽ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് മെറ്റലുകളുടെ ഒരു പെർട്ടിക്കുലർ സീരീസിനെയാണ്, ശ്രേണിയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. അപ്പം ഈ റിയാക്ടിവിറ്റി സീരീസുകള് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ മെറ്റലുകളെല്ലാം വാട്ടറുമായി റിയാക്ഷൻ നടക്കുമ്പോൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോ നമ്മളുടെ സോഡിയം വാട്ടറുമായി റിയാക്ഷൻ നടന്നപ്പോൾ എന്ത് ചെയ്തു? സോഡിയത്തിന്റെ കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡും അതുപോലെ ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്തു. മെഗ്നീഷ്യം അതുപോലെ വാട്ടറുമായി റിയാക്ഷൻ നടന്നപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്തു. കോപ്പർ വാട്ടറുമായി റിയാക്ഷൻ നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോ ഇവിടെ സോഡിയം ഒരു മെറ്റലാണ്, മെഗ്നീഷ്യം മറ്റൊരു മെറ്റലാണ്, കോപ്പർ വേറൊരു മെറ്റലാണ്. പക്ഷേ സോഡിയമാണ് പെട്ടെന്ന് എന്ത് ചെയ്ത് റിയാക്ഷൻ നടന്നത്. അതിനേക്കാൾ കുറച്ച് വൈകി ഒരു ലെസ് റിയാക്ഷൻ ആണ് മെഗ്നീഷ്യവുമായിട്ട് വാട്ടർ നടന്നത്. കോപ്പറിന്റെ കേസിൽ ദർ ഹാവ് നോ റിയാക്ഷൻ, ഒരു റിയാക്ഷൻ എന്ത് ചെയ്തിട്ടില്ല അവിടെ വാട്ടറുമായി സംഭവിച്ചു. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയ ഈ 3 മെറ്റലിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഏതാ മക്കളെ? സോഡിയം. സോഡിയം. പിന്നെ അത് സോഡിയം കഴിഞ്ഞ് പിന്നെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഏതാ? മെഗ്നീഷ്യം. സോഡിയം കഴിഞ്ഞാൽ പിന്നെ മെഗ്നീഷ്യം, മെഗ്നീഷ്യം കഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും? കോപ്പർ ആയിരിക്കും. അതല്ലേ ഇവിടുത്തെ 3 മെറ്റലിനെ വെച്ചിട്ടുള്ള ഒരു സീരീസ് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. റെഡി അല്ലേ മക്കളെ ഞാൻ പറഞ്ഞത്? ഓക്കെ. ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാൻ പോവാണ്. നമ്മുടെ മെറ്റലുകൾ നിങ്ങളെ അടുത്തൊരു ഒരു എന്താ പറയാ, നിങ്ങള് പിന്നെ എന്താ പറയാ, ഗോൾഡ് കണ്ടുകണം. ഗോൾഡ് ഗോൾഡ് കട്ട് ചെയ്ത് കണ്ടു. ഗോൾഡ് പറഞ്ഞാൽ നമ്മളെ അച്ഛന്റെ അമ്മന്റെയും ഉമ്മാന്റെയും കയ്യിലുള്ള സ്വർണ്ണല്ല, ഗോൾഡിന്റെ കഷ്ണം കണ്ടുക്കണം. ആ കോയിനൊക്കെ ഉണ്ടല്ലോ, ആ കോയിന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ ഉണ്ടാവുക? ഒരു എന്താ പറയാ, പിന്നെ ഒരു തിളക്കം കണ്ടുണ്ടാവൂല്ലേ? അങ്ങനെയല്ല പറയാ. ഇപ്പൊ വേണ്ട, നമ്മളെ വീട്ടില് പിന്നെ വീട് പണിക്ക് കൊണ്ടുതന്നെ ഈ ഇരുമ്പില്ലേ, കമ്പി ഇങ്ങനെ പുറത്ത് കറുത്ത കളറാണെങ്കിൽ കട്ട് ചെയ്യുമ്പോ അതിന്റെ കൂടെ ഒരു തിളക്കം കണ്ടിട്ടില്ലേ? റെഡി അല്ലേ? പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ ഒരു കമ്പി കട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിളങ്ങിയ ഭാഗത്ത് എന്താവും? ഈ റസ്റ്റ് ഒക്കെ പിടിച്ചിട്ട് തുരുമ്പൊക്കെ പിടിച്ചൊരു അവസ്ഥ കണ്ടിട്ടില്ലേ? അപ്പൊ ഇനി ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 കാര്യമാണ് പറയാനുള്ളത്. when we are cutting a metal, ഒരു മെറ്റൽ കട്ട് ചെയ്യുമ്പോൾ, ഒരു മെറ്റൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മെറ്റലിന്റെ കട്ട് ചെയ്ത ഭാഗത്ത് ഒരു തരം പിന്നെന്താ പറയാ, ഗ്ലേസിങ് കാണാൻ പറ്റും. ഈ ഒരു പിന്നെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ്, മെറ്റലിന്റെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ എന്താ പറയാ, മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ when we are cutting a metal there have a glazing portion. ആ പോർഷനെയാണ് നമ്മൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ്, ആ ഒരു പർപ്പസിനെയാണ് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ മെറ്റല് നമ്മളുടെ എയറുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, അന്തരീക്ഷത്തിലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട്, എയറിനേക്കാളും നല്ലത് അറ്റ്മോസ്ഫിയറുമായി റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയുണ്ട്? ഓക്സിജൻ ഇല്ലേ, H2O ഇല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേ? ഇതൊക്കെ കൂടിയതല്ലേ നമുക്ക് അന്തരീക്ഷം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമ്മളുടെ മെറ്റലുകളെ ഈ പറയുന്ന എലമെന്റുകളുമായി അല്ലെങ്കിൽ കോമ്പൗണ്ടുകളുമായിട്ട് റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മളുടെ മെറ്റലിന്റെ പിന്നെ എന്ത് സംഭവിക്കുന്നത്? അറസ്റ്റുകൾ ഉണ്ടാവാൻ സംഭവിക്കുന്നത്.
മെറ്റലിന്റെ റെസ്റ്റ് ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലേസിങ് മെറ്റാലിക് ലെസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, ആ ഗ്ലേസിങ് എന്ത് ചെയ്യുന്നു, കുറയുന്നതായിട്ട് കാണുന്നു, ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ആ ഡിക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഓക്സിജനെ പോലെയുള്ള, വാട്ടറിനെ പോലെയുള്ള, കാർബൺ ഡൈ ഓക്സൈഡിനെ പോലെയുള്ള കോമ്പൗണ്ടുകളുമായിട്ട് നമ്മുടെ മെറ്റൽ എന്ത് ചെയ്യുന്നു, റിയാക്ഷൻ നടക്കുന്നു. ആ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ മെറ്റലിന്റെ ആ ഒരു ഗ്ലേസിങ് എന്ത് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മെറ്റാലിക് ലെസ്റ്റർ ഡിക്രീസ് ചെയ്യാനുള്ള കാരണം എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഓഫ് ഡിക്രീസിങ് ദി മെറ്റാലിക് ലെസ്റ്റർ ഓഫ് എ മെറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the metals are react with atmospheric content like oxygen, water, carbon dioxide എന്നാണ് പറയുന്നത്. അപ്പൊ മെറ്റലുകളെ അറ്റ്മോസ്ഫിയറുമായി റിയാക്ഷൻ നടന്നിട്ട് എന്താണ് ഫോം ചെയ്യുക? ന്യൂ കോമ്പൗണ്ട്സുകൾ ഫോം ചെയ്യും. എന്താണ് ഫോം ചെയ്യുന്നത്? ന്യൂ കോമ്പൗണ്ട്സുകൾ ഫോം ചെയ്യും. ഉദാഹരണത്തിന് ഞാൻ മെഗ്നീഷ്യത്തിനെ എടുത്തു. മെഗ്നീഷ്യം എന്ത് ചെയ്തു? എയറുമായിട്ട്, അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടന്നപ്പോൾ മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. എന്താ ഉണ്ടായത്? മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. ഇനി നമ്മളുടെ മെഗ്നീഷ്യം എന്ത് ചെയ്തു? അറ്റ്മോസ്ഫിയറിലെ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും, അതുപോലെ തന്നെ ഡൈഹൈഡ്രജനും ഉണ്ടാകും. അതുപോലെ തന്നെ എന്തുണ്ടാകുന്നു? ഡൈഹൈഡ്രജൻ ഉണ്ടാകും. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ മെറ്റലുകളെ അറ്റ്മോസ്ഫിയറുമായി റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പുതിയ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യും. അപ്പോ മെറ്റൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു പിന്നെ ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെങ്കിൽ ആ ഒരു പർപ്പസിനെ നമ്മൾ എന്ത് പേരാന്ന് പറയാ? എവിടെ പറയൂ? മെറ്റൽ കട്ട് ചെയ്തുണ്ടാകുന്ന ആ ഒരു പ്രവണതയെ എന്താ പറയാ? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്ലേസിംഗ് നമ്മൾ എന്താ പറയാ? മെറ്റാലിക് ലെസ്റ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനമാണ്. ഈ ഭാഗത്തുനിന്ന് അരമാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ മക്കളെ? എപ്പോഴാണ്? മനസ്സിലായില്ല? മനസ്സിലായി. ബാക്കിയുള്ള അവസ്ഥ എന്താ? എവിടെ? ഷാനിബ്, ബാസിത്ത് എവിടെ? മനസ്സിലായോ? ഇല്ല. ബാസിത്ത് മനസ്സിലായോ? ബാക്കി സൗരവ്, ഷാമിൽ, സെയ്ദ്, ഫസൽ എന്താ നിങ്ങൾ തീരെ റെസ്പോണ്ട് ചെയ്യാത്ത? ക്ലാസ് ബോറടിപ്പിക്കുക? മനസ്സിലായി. പ്രണവ് ഓക്കെ, റെഡി. ഓക്കെ, അപ്പോ നമ്മളിവിടെ എന്ത് ചെയ്തു? ആദ്യം ഞാനിവിടെ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കുന്ന ഒരു സംഭവം പറഞ്ഞു അല്ലെ? പിന്നെ എന്തുമായി നടക്കുന്ന റിയാക്ഷനാ പറഞ്ഞത്? എയറുമായിട്ട് നടക്കുന്ന റിയാക്ഷൻ പറഞ്ഞു. ഈ വാട്ടറും എയറൊക്കെ എവിടെയാണ് കാണുന്നത്? അറ്റ്മോസ്ഫിയറിൽ. അറ്റ്മോസ്ഫിയറിൽ മെറ്റല്, അറ്റ്മോസ്ഫിയർ കണ്ടന്റുമായി മെറ്റൽ റിയാക്ഷൻ നടക്കുമ്പോൾ പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാവൂലേ? ആ പുതിയ കോമ്പൗണ്ട് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് മെറ്റലിന് എന്താണ് സംഭവിക്കുന്നത്? മെറ്റലിന് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിക്രീസ് ചെയ്യുക? മെറ്റലിന്റെ ഏത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിക്രീസ് ചെയ്യുക? മെറ്റാലിക് ലെസ്റ്റർ. മെറ്റലിന്റെ ഏത് ക്യാരക്ടറിസ്റ്റിക് ആണ് ഡിക്രീസ് ചെയ്യുക? മെറ്റാലിക് ലെസ്റ്റർ. കൺഫ്യൂഷൻ ഇല്ലല്ലോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇതുവരെ എടുത്തതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ടെക്സ്റ്റിലുണ്ടാവുമല്ലോ. ടെക്സ്റ്റിലുള്ള ഇപ്പൊ ഞാൻ എടുക്കുക. എന്തേ ചോദിക്കാൻ കാരണം? ടെക്സ്റ്റില് 48ാമത്തെ പേജില് പിന്നെ മെറ്റൽ റിയാക്ട് വിത്ത് എയർ എന്ന് പറയുന്ന ഒരു ഹെഡിങ് കണ്ടോ? അതിന്റെ താഴെയുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലോ ഞാൻ പറഞ്ഞത്? നമുക്കൊരു കൺഫ്യൂഷൻ എന്താ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമ്മളെ മക്കളെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരുപാട് മെറ്റലുകളെ എയറുമായിട്ട് റിയാക്ഷൻ നടക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു, വാട്ടറുമായി റിയാക്ഷൻ നടക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ? എല്ലാ മെറ്റലും റിയാക്ഷൻ നടക്കുന്നത് ഒരേ രീതിയിലാണോ? അല്ല. ഓരോ മെറ്റലുകളും റിയാക്ഷൻ നടക്കുന്നത് ഡിഫറെന്റ് രീതിയിലല്ലേ? വ്യത്യസ്തത ഇല്ലേ അതിന്?
ഉണ്ട്. എല്ലാ മെറ്റലിന്റെയും റിയാക്ടിവിറ്റി ഒരേപോലെയാണ്. മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി ഡിഫറൻസ് അല്ലേ? ചില മെറ്റലുകൾക്ക് നല്ല റിയാക്ടിവിറ്റി ഉണ്ട്, ചില മെറ്റലുകൾക്ക് ലെസ് റിയാക്ടിവിറ്റി ആണ് കാണുന്നത് അല്ലെ? ഇനി ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ ഞാൻ എയറുമായി നടക്കുന്ന ഒരു പ്രവർത്തനം ഞങ്ങളോട് പറഞ്ഞത് അല്ലെ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറുമായി നടക്കുന്ന ഒരു റിയാക്ഷൻ അല്ലേ നമ്മൾ പറഞ്ഞത് ഇപ്പോ? അതെ. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉണ്ടാവാം, H2O ഉണ്ടാവാം, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാം, നൈട്രജൻ ഉണ്ടാവാം. ഇങ്ങനെ വരുന്ന എല്ലാ കോമ്പൗണ്ടുകളുമായിട്ടല്ലേ മെറ്റൽ അറ്റ്മോസ്ഫിയറുമായി റിയാക്ഷൻ നടക്കുന്നത്? അതെ. ഇനി എന്റെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മളുടെ മെറ്റല് ആസിഡുമായി റിയാക്ഷൻ നടന്നു. നമ്മുടെ മെറ്റൽ ആരുമായിട്ട് റിയാക്ഷൻ നടന്നു? ആസിഡുമായിട്ട് റിയാക്ഷൻ. ഞാൻ എന്ത് ചെയ്യാം? കുറച്ച് മെറ്റൽസിന് എടുക്കുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാം, ഇങ്ങനെ കുറച്ച് ബീക്കറുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബുകൾ വെച്ചിട്ടുണ്ടാവും. ഒന്നില് ഞാൻ എന്ത് ചെയ്തു? അയൺ ഇട്ടു, വേറൊന്നില് ഞാൻ മെഗ്നീഷ്യത്തിന് ഇട്ടു, വേറൊന്നില് കോപ്പറിനെ ഞാൻ ഇട്ടു, വേറൊന്നില് നമ്മളുടെ ലെഡിനെ ഞാൻ ഇട്ടു, മറ്റൊന്നില് സിങ്ക് ഇട്ടു. ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ നിങ്ങൾ ആ ഒരു ടാബുലാർ ഒരു ഫിഗർ കണ്ടോ? ഇങ്ങനെ 3.1 അല്ലേ? പിക്ചർ 3.1 പേജ് നമ്പർ ഐ തിങ്ക് 49 ഇൻ മൈ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഏതാന്ന് എനിക്കറിയില്ല, എന്റെ അടുത്ത് 49. ഇതിൽ മക്കളെ നിങ്ങൾ നോക്കൂ, സിങ്ക് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ബബിൾസ് പൊന്നുന്നുണ്ടോ? കണ്ടു. അപ്പൊ അതിന്റെ അർത്ഥം സിങ്ക് ഈ ആസിഡ്, ഇവിടെയുള്ള ആസിഡ് ഏതാ? HCl എന്ന് പറയുന്ന ആസിഡ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ടെസ്റ്റ് ട്യൂബിലൊക്കെ ആരുണ്ട്? HCl എന്ന് പറയുന്ന ആസിഡ് ഉണ്ട്. അപ്പൊ ഈ സിങ്ക് HClമായി റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ബബിൾ ഉണ്ട് എന്നർത്ഥം, നമ്മുടെ റിയാക്ഷൻ കൂടി എന്നല്ല അർത്ഥം. അത്ര റിയാക്ഷൻ ഉണ്ടോ നമ്മുടെ ലെഡും ആസിഡുമായിട്ട് നടക്കുന്ന സമയത്ത്? അത്ര റിയാക്ഷൻ ഉണ്ടോ കോപ്പറുമായിട്ട് നടക്കുമ്പോ? അത്ര റിയാക്ഷൻ ഉണ്ടോ മെഗ്നീഷ്യമായി റിയാക്ഷൻ നടക്കുമ്പോ? കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്, കുറച്ചും കൂടി കൂടുതലാണ്. അയണിന്റെ കേസ് നോക്കുമ്പോൾ അപ്പോ നമ്മളോട് പറയാണ്, ഇവിടെ തന്നിരിക്കുന്ന മെറ്റലിന്റെ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഏതാണ്? മെഗ്നീഷ്യം. മെഗ്നീഷ്യം കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക? സിങ്ക് കഴിഞ്ഞാൽ പിന്നെ ആര് വരും? കോപ്പർ. അയൺ കഴിഞ്ഞാൽ പിന്നെ ആര് വരും? അയൺ കഴിഞ്ഞാൽ പിന്നെ ആര് വരും? ലെഡ് കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? കോപ്പർ. അപ്പോ അറ്റ്മോസ്ഫിയറുമായി റിയാക്ഷൻ നടന്നപ്പോഴും ആസിഡുമായി റിയാക്ഷൻ നടന്നപ്പോഴും മെറ്റലുകളെ അതിന്റെ റിയാക്ടിവിറ്റിയിൽ ഡിഫറൻസ് കാണിക്കുന്നതായിട്ട് കണ്ടില്ലേ? കണ്ടല്ലോ. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, മെറ്റലിന്റെ റിയാക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കൊരു സീരീസ് ഉണ്ടാക്കിക്കൂടെ? സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു ശ്രേണി ഉണ്ടാക്കിക്കൂടെ? ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി നടക്കുന്ന മെറ്റല്, അതിനേക്കാൾ റിയാക്ടിവിറ്റി നടക്കുന്ന, അതിനേക്കാൾ കുറവുള്ളത്, അങ്ങനെ അവസാനം തീരെ മെറ്റലുമായിട്ട് റിയാക്ഷൻ നടക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ തീരെ എയറുമായിട്ടോ ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കാൻ സാധ്യതയില്ലാത്ത മെറ്റലിനെ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? ഈ സീരീസ് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്താണത്? അതാരാ ഭയങ്കരമായ അലമ്പുണ്ടാക്കുന്നത്? അപ്പോ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ some metals depends upon the chemical reaction, അല്ലെങ്കിൽ the ability of the chemical reaction, we can write the decreasing order. നമുക്ക് അതിന്റെ ഡിക്രീസിങ് ഓർഡർ അനുസരിച്ചിട്ട് മെറ്റലിന്റെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സീരീസ് ഉണ്ടാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയാക്ടിവിറ്റി സീരീസ്. എന്താ റിയാക്ടിവിറ്റി സീരീസ്? ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഒന്ന് വായിച്ചേ. The series obtaining by arranging some of the metals in the decreasing order of their reactivity. Some metals എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിയാക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റിയുടെ എബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ സീരീസിനെ നമ്മൾ എന്ത് പറയുന്നു? റിയാക്ടിവിറ്റി സീരീസ് എന്ന് എഴുതുന്നു. അത് എന്ത് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്? അതിന്റെ ഡിക്രീസിങ് ഓർഡറിലാണ്. ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്ന ഒരു ഓർഡർ ഇല്ലേ ഡിക്രീസിങ് ഓർഡർ എന്ന് പറയാം?
ആ ഒരു ഓർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയാം. Some metals are arranged in the decreasing order of their reactivity. Their reactivity is known as എന്താണ്? കൺഫ്യൂഷൻ ഉണ്ടോ? മനസ്സിലായോ? എന്താണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാല്? Some metals are arranged in the decreasing order of their reactivity. അത്ര പോരെ? അത്ര അധികം എക്സ്പ്ലെയിൻ ചെയ്യണം? അതുപോലെ ഇതിനാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയാം. അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിളുകൾ നോക്കിയാൽ മതി. നമ്മുടെ മെറ്റൽ എന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടിവിറ്റി ഗ്രൂപ്പിന്റെ വ്യത്യാസമില്ലേ ഓരോ മെറ്റലിനും? അതുപോലെ എയറുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ റിയാക്ടിവിറ്റി വ്യത്യാസമില്ലേ? അപ്പോ മെറ്റലുകള് അതിന്റെ റിയാക്ടിവിറ്റി കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മെറ്റലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും. ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? റിയാക്ടിവിറ്റി സീരീസ്. റെഡി അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. അപ്പോ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോടാ? പറയടാ. സ്ക്രീൻ കാണില്ലല്ലോ? നോട്ട് ഞാൻ വാട്സപ്പ് തുറന്നുണ്ട്, അത് കാണില്ലല്ലോ. ഷമന ടീച്ചർ എത്ര കുട്ടികളാണെന്ന് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഹെഡിങ് എഴുതിക്കോളൂ. റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതിക്കോളൂ. ഏതൊക്കെയായിരുന്നു? പൊട്ടാസ്യം, സോഡിയം. 50ാമത്തെ പേജിൽ എഴുതിയാ? എന്താടാ? 50ാമത്തെ പേജിത്തെ മേലത്തെ അതെ. സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, lead, hydrogen, copper, silver and gold. Okay, ഇത് എഴുതിയെടുത്തോ? എന്നിട്ട് പറയാ ബാക്കി. എഴുതിയോ? ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്, ഇതിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഏതാ? പൊട്ടാസ്യം. ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഏതാ? പൊട്ടാസ്യം. ഈ ക്ലാസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂടാ, മറ്റവർക്ക് ഉറങ്ങിയാ? എന്തിനാണ് അവിടെ ഹൈഡ്രജൻ കൊടുത്തുള്ളത്? ഇവിടുത്തെ ഹൈഡ്രജൻ അല്ലേ? എന്തിനാ അവിടെ ഹൈഡ്രജൻ ഉള്ളത്? ആർക്കാ പറയാൻ പറ്റുക?
സെമി റിയാക്റ്റീവ് മെറ്റൽസാ? ഉറക്കെ പറയട, കേട്ടില്ല. സെമി റിയാക്റ്റീവ് മെറ്റലാ? ഓക്കെ, ഞാനിവിടെ പറഞ്ഞുതരാം. ഈ മെറ്റലുകൾ ഉണ്ടല്ലോ, ഈ മുകളിലുള്ള ഹൈഡ്രജന് മുകളിലുള്ള ഈ സാധനങ്ങള്, ഈ ഹൈഡ്രജന് മുകളിലുള്ള ഈ സംഭവങ്ങൾ ഉണ്ടല്ലോ, ഇവരൊക്കെ വാട്ടറുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, ഇവരൊക്കെ ആരുമായിട്ട് റിയാക്ഷൻ നടന്നാല്, വാട്ടറുമായി റിയാക്ഷൻ നടന്നാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യും. റെഡി? പക്ഷെ ഈ കാണുന്ന കോപ്പർ, സിൽവർ, ഗോൾഡ് ഉണ്ടല്ലോ, ഇവർ വാട്ടറുമായി റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒരു മിനിറ്റ്, മക്കളെ ഭാഗം കൊടുക്കേണ്ട കഴിഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. അപ്പൊ എന്താണ് റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജന്റെ ആവശ്യം? എന്താണ് റിയാക്ടിവിറ്റി സീരീസിലെ മെറ്റലുകളെ കമ്പയർ ചെയ്യുന്നതിനാണ് ഹൈഡ്രജനെ കൊടുത്തിട്ടുള്ളത്. എന്തിനാണ് റിയാക്ടിവിറ്റി സീരീസില് ഹൈഡ്രജനെ കൊടുത്തുള്ളത്? ടു കമ്പയർ ദി മെറ്റൽ, ടു കമ്പയർ ദി മെറ്റൽ. ഹൈഡ്രജനും ഹൈഡ്രജന്റെ മുകളിലുള്ള എലമെന്റ് ഉണ്ട് അല്ലെ, ഹൈഡ്രജന്റെ മുകളിലുള്ള എലമെന്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വാട്ടറുമായി റിയാക്ഷൻ നടന്നാൽ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. താഴെയുള്ള എലമെന്റ്സ് എന്ത് ചെയ്യുന്നില്ല? വാട്ടറുമായി റിയാക്ഷൻ നടന്നാൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ആസിഡുകൾ ഉണ്ട് അല്ലെ, ഈ ആസിഡുകളുമായിട്ട് നമ്മളുടെ മെറ്റലൊക്കെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ മെറ്റൽ എന്ത് ചെയ്യും? ആസിഡിലെ ഹൈഡ്രജനുമായിട്ട് ഡിസ്പ്ലേസ്മെന്റ് നടക്കും. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഡിസ്പ്ലേസ്മെന്റ് അതാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ അതാണ് കൊടുത്തുള്ളത്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് ഞാൻ പറയാം. അപ്പോ മെറ്റൽ ആസിഡുമായി റിയാക്ഷൻ നടന്നാൽ ഹൈഡ്രജനുമായിട്ട് ഡിസ്പ്ലേസ് ചെയ്യും. എന്നാൽ ഹൈഡ്രജന് താഴെയുള്ള ഈ മെറ്റല് ഡയല്യൂട്ടഡ് ആസിഡുമായിട്ട് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല? ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് ഡിസ്പ്ലേസ്. അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാൽ മെറ്റൽ അവയുടെ റിയാക്ടിവിറ്റി കുറയുന്നതനുസരിച്ച് ഇൻ ദി ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദി അറേഞ്ച്മെന്റ് ഓഫ് മെറ്റൽ in the decreasing order on depends upon their ability of reactivity.
റിയാക്ടിവിറ്റിയുടെ എബിലിറ്റി അനുസരിച്ച് മെറ്റലിനെ അതിന്റെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സീരീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. In the reactivity series, there have a hydrogen to compare the metal. The above metal, the hydrogen, they are produced hydrogen when it reacts with water. The metal below the hydrogen, does not produce hydrogen when react with water. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ഈ റിയാക്ടിവിറ്റി സീരീസ് പഠിക്കാനുള്ള ഒരു ഷോർട്ട് ഫോം ആണ് PSC മഅസിൻ എന്ന് പറഞ്ഞിട്ട്. PSC മഅസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, പിന്നെ ടിന്ന്, റെഡ്, ഹൈഡ്രജൻ, കോപ്പർ, അതുപോലെ തന്നെ സിൽവർ, ഗോൾഡ് കാണാതെ പഠിക്കാം. അപ്പോൾ ഇതുവരെ നമുക്ക് കാണാതെ പഠിക്കാനുള്ള ഒരു ഷോർട്ട് ഫോം ആണ് PSC മഅസിൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് മക്കളെ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ട് ആർക്കെങ്കിലും? റെഡി ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക്കും കൂടി. മക്കൾ ഇതിൽ ഏതെങ്കിലും ഭാഗം പറയേണ്ടതുണ്ടോ? പറയോ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്തോണ്ട് ക്ലാസ്സിൽ ഒരു സുഖം കിട്ടുന്നില്ല. നിങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? ഈ ഒരാള് മാത്രമാണ്, ബാക്കിയുള്ളവരൊക്കെ എന്താ ചെങ്ങ? നിങ്ങൾ മണ്ണും ചാണല്ലാത്ത മാതിരി ഇരിക്കില്ലടാ. എന്താണ് സെയ്ദ്, ഫസൽ, ഷാമിൽ, സൗരവ്, സഫ്വാൻ, സുഹൈല്, ലാസിൻ, മിഷാൽ, സജ്ജീർ, ഇവരുടെയൊക്കെ അവസ്ഥ എന്താ? ബാസിത്തെ മനസ്സിലാവുണ്ടോ? ഉറപ്പല്ലേ? എന്താ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാല്? PSC MA ZI ഷോർട്ട് ഫോം ആക്കി പഠിക്കാറില്ല. അല്ലല്ല, എന്താണ് റിയാക്ടിവിറ്റി സീരീസ്? ഈ ഹൈഡ്രജന്റെ മോളിക്കുള്ളത്. എന്താ പറയടാ? ഹൈഡ്രജന്റെ മോളിക്കുള്ളത് അതാണോ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞാല്? അല്ല. ആർക്കാ പറയാൻ പറ്റുക? ആർക്കാ പറയാൻ പറ്റുക? പറയോ? The series obtained by arranging some of the metals in the decreasing order. Decreasing order. വാസിത്തെ അനക്ക് മനസ്സിലായില്ല? അനക്കെന്താ മനസ്സിലായിട്ടില്ലേ? ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ നേരത്തെ ആരാ പറഞ്ഞത് ഹൈഡ്രജന് മുകളിലുള്ളത് പറഞ്ഞു? അത് എന്നാ പറഞ്ഞ് പറയടാ. അത് തന്നെയാണോ പറഞ്ഞേ? എന്താണ് മെറ്റാലിക് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ? ആർക്കാ പറയാൻ പറ്റാ? Freshly cut surface of metals will have a shiny appearance. പേപ്പർ നോക്കി വായിക്കാം. ഒരു മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? ആ മതിയടാ, മനസ്സിലായത് പറഞ്ഞാൽ. അല്ലാതെ അത് നോക്കി വായിക്കാൻ നമ്മള് വേണ്ടല്ലോ. മെറ്റല് മുറിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വരുന്ന ഗ്ലേസിനെ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് ക്ലസ്റ്റർ. ഓക്കെ. മെറ്റൽ വാട്ടറുമായി റിയാക്ഷൻ നടന്നാൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാ? ഹൈഡ്രജൻ. അതുവരെ ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? എന്നാൽ നെക്സ്റ്റ് ഹെഡിങ് ആണ് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എന്താണ് റിയാക്ടിവിറ്റി series and displacement reaction. Reactivity series and displacement reaction. Reactivity series എന്താന്ന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായില്ലേ? എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇപ്പോ A+BC gives AC + B എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത് ആർക്കാണ്? ഒന്നുകൂടി ആലോചിച്ചു നോക്കുക. ആരാ അവിടെ ഡിസ്പ്ലേസ് ചെയ്തത്? ഡിസ്പ്ലേസ് ചെയ്ത് പറഞ്ഞാൽ അവിടുന്ന് മാറി വേറൊരാൾ വന്നതായിരിക്കാം, അല്ല അവിടെ മാറ്റം സംഭവിച്ചതായിരിക്കാം. നോക്കൂ, A B-യുമായിട്ടല്ലേ ഡിസ്പ്ലേസ് ചെയ്തത്? ഡിസ്പ്ലേസ് ചെയ്യാൻ മാറ്റുക. അവിടെ സിക്കൊന്നും പറ്റില്ലല്ലോ, സി അവിടെ നിൽക്കല്ലേ. ബിക്ക് പകരം എ വന്നിക്കല്ലേ ചെയ്തത് അല്ലേ? സി അല്ലേ മാറിയത്? അടിപൊളി.
എടാ സി ബിന്റെ അടുത്ത് നിൽക്കല്ലേ, അല്ല സി അവിടെ നിൽക്കല്ലേ, ആ ഈ ബി ഇവിടുന്ന് പോയിട്ട് എ അങ്ങോട്ട് വരില്ലേ ചെയ്തത്, മനസ്സിലായോ? ഇവിടെ ഇവിടെ ഡിസ്പ്ലേസ് സംഭവിച്ചത് എയും ബിയും തമ്മിലല്ലേ. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഇവിടെ കോപ്പർ സൾഫേറ്റ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, കോപ്പർ സൾഫേറ്റ്. ഈ കോപ്പർ സൾഫേറ്റ് ഞാൻ എന്തിന് ആഡ് ചെയ്തു, സിങ്കിന് ആഡ് ചെയ്തു. ഓക്കെ, റെഡി അല്ലേ? ഇവിടെ ഏതൊക്കെയാ മെറ്റലുകൾ ഉള്ളത് ഈ ഒരു റിയാക്ഷനില്? കോപ്പറും സിങ്കും എന്താണ്, മെറ്റലാണ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, മെറ്റൽ ആണോ അതോ സൊല്യൂഷൻ ആണോ? സൊല്യൂഷൻ. യെസ്, കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സാൾട്ട് സൊല്യൂഷൻ. എന്ത് സൊല്യൂഷൻ ആണ്, സാൾട്ട് സൊല്യൂഷൻ. അപ്പൊ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ഈ സൊല്യൂഷൻ എന്തുമായിട്ടാണ് റിയാക്ഷൻ നടക്കുന്നത്, സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ ആണ്. റെഡി അല്ലേ? ഈ സൾഫേറ്റിലേക്ക് കോപ്പർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പർ സൾഫേറ്റിന് ഒരു ബ്ലൂ കളറാണ് കാരണം. കോപ്പർ സൾഫേറ്റിന്റെ കളർ എന്താണ്, ബ്ലൂ കളറാണ്. അതിന്റെ റീസൺ എന്താ അറിയോ? കോപ്പർ ഒരു മെറ്റൽ ആണ്, അത് സൾഫേറ്റുമായി റിയാക്ഷൻ നടന്നപ്പോൾ അതൊരു സൊല്യൂഷൻ ആയിട്ട് മാറി. ആ സൊല്യൂഷന്റെ കളർ എന്താണ്, ബ്ലൂ കളറാണ്. അതിന്റെ റീസൺ എന്താ അറിയോ? ഡി ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ടോ? അത് ഒരു വലിയൊരു ആൻസർ ആണ്. ഡി ബ്ലോക്ക് എലമെന്റുകളാണ് എന്ത് കാണിക്കുക, കളേർഡ് കോമ്പൗണ്ട്. എന്തുകൊണ്ടാണ് ഡി ബ്ലോക്കുകൾ കളേർഡ് കോമ്പൗണ്ട് കാണിക്കാനുള്ള റീസൺ എന്തായിരുന്നു? ട്രാൻസിഷൻ. മറ്റൊരു they are showing different oxidation. Yes, very good. They are showing different oxidation state. അതാരാ പറഞ്ഞേ? അല്ല ടെക്സ്റ്റ് ബുക്ക് അല്ല, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചതല്ലേ. ഏതാണ് ആ ചെങ്ങായി ടെക്സ്റ്റ് ബുക്കിൽ? ഇതാരും പറഞ്ഞു തന്നിട്ടില്ല. ആസിത്തണക്ക് ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത്. വാസിത്തിന് ഇത് വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ലേ? വാസിത്തെ ആരാ പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നത്? സുവാദേ, അനക്ക് വേറെ ആരും ഇത് പറഞ്ഞു തന്നിട്ടില്ല? ഫുവാദേ അല്ല, ചോദിച്ചതാ. ഓക്കെ, അപ്പൊ നമ്മുടെ കോപ്പർ സൾഫേറ്റ് അത് ബ്ലൂ കളർ കാണാനുള്ള കാരണം അവിടെ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പർ സൾഫേറ്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ് ഇവിടുത്തെ കേസില്. SO4ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? SO4 ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആണ്. ഈ കോമ്പൗണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2- ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോളൂ, അത് കാണാതെ പഠിച്ചോളൂ. SO4ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2- ആണ് കേട്ടോ എപ്പോഴും. മനസ്സിലായല്ലോ? അപ്പോ കോപ്പർ സൾഫേറ്റിന്റെ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? ഉറക്കെ പറടാ. 2- ആണോ അല്ല -2 ആണോ? ഒക്കെ സെയിം തന്നെടാ. -2 പറഞ്ഞാൽ 2- പറഞ്ഞാൽ 2 ഇലക്ട്രോൺ അവിടെ എക്സ്ട്രാ വന്നു എന്നല്ല അർത്ഥം കേട്ടോ. അത് -2 എന്ന് എഴുതിയാലും 2- എന്ന് എഴുതിയാലും മാർക്ക് നഷ്ടപ്പെടില്ല. ഓക്കെ. ഇനി ഈ കോപ്പർ സൾഫേറ്റ് മാറ്റില്ലേ നമ്മുടെ സിങ്ക് റിയാക്ഷൻ നടക്കുന്നത്. സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര ആർക്കാ പറയാൻ പറ്റുക? സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയോ? -2. സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇപ്പോഴത്തെ കേസിൽ സിങ്ക് ആരെങ്കിലുമായി റിയാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. ആരുമായി റിയാക്ഷൻ നടക്കാത്ത സമയത്ത് ആ എലമെന്റിന് വല്ല ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവോ? ഇല്ല. എപ്പോഴാണ് ഒരു എലമെന്റിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവുക? വേറൊരു മെറ്റലുകൾ അല്ലെങ്കിൽ എലമെന്റുകൾ വേറൊരു എലമെന്റുമായി റിയാക്ഷൻ നടക്കുമ്പോൾ പിന്നെ അയോൺസ് ആയി മാറാനുള്ള കാരണം എന്താ?
ഒന്നുകൂടി ഞാൻ മാറ്റി ചോദിക്കാം, എന്തിനാണ് മെറ്റലുകൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതും ഗെയിൻ ചെയ്യുന്നതും? സ്റ്റേബിൾ ആവാൻ വേണ്ടിട്ട്. മെറ്റലുകൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോഴും ഗെയിൻ ചെയ്യുമ്പോഴും അല്ലേ അവക്ക് അത് അയോണായിട്ട് മാറുക? മെറ്റൽ കേസ് മാത്രം എടുക്കണ്ട, ഏതൊരു എലമെന്റുകളും അവ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുകയും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. റെഡി അല്ലേ? റെഡി അല്ലേ? റെഡിയാണ്. അപ്പോൾ മെറ്റൽ ഇങ്ങനെ എന്ത് ചെയ്തു? എലമെന്റുകളുമായിട്ട് റിയാക്ഷൻ നടന്നിട്ട്, മെറ്റലുകൾ എലമെന്റുമായിട്ട് ഇങ്ങനെ റിയാക്ഷൻ നടന്ന് അതെന്ത് ചെയ്തു? അയോൺ ആയിട്ട് മാറി. ഈ അയോൺ ആയിട്ട് മാറുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. റെഡി അല്ലേ? അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, സിങ്ക് എന്ന് പറയുന്ന മെറ്റല് ആരെങ്കിലുമായിട്ട് റിയാക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ ആരുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? റിയാക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0. സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. ആരുമായി റിയാക്ഷൻ നടക്കാത്ത ഒരു ചെങ്ങായിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? 0 അല്ലേ? എല്ലാത്തിന്റെ തന്നെ സാറേ. എനി എലമെന്റ്, മെറ്റൽ എന്ന് പറയുന്ന വേർഡ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. എനി എലമെന്റ്, ഏതൊരു എലമെന്റും ആരുമായി റിയാക്ഷൻ നടക്കാതെ ഇങ്ങനെ ന്യൂട്രൽ ആറ്റമായിട്ട്, ന്യൂട്രൽ ആറ്റവും അയോണും തമ്മിൽ വ്യത്യാസം എന്താണ്? ന്യൂട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ ചാർജ് ഒന്നും ഉണ്ടാവില്ല, അയോണിന് ചാർജ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ആരുമായിട്ട് റിയാക്ഷൻ നടക്കുന്നില്ല എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ ന്യൂട്രൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? 0. അയോൺസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇറ്റ് മേ ബി +1 or -1, +2 or -2, +3 or -3, + or -4 ആവാം അല്ലേ? അല്ലേ? റെഡി അല്ലേ? ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ മക്കളെ? അതെ. അപ്പൊ നമ്മളുടെ ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഇവിടെ സിങ്ക് പോയിട്ട് ഇവിടെ റിയാക്ഷൻ നടക്കുക അല്ലെ ചെയ്യാം? സിങ്കിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 30. ഒന്ന് എഴുതി നോക്കൂ. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10. റെഡി അല്ലേ? അല്ലേ മക്കളെ? നോക്കൂ, 10, 30. റെഡി. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10. അയ്യ, അതാരാ 10 പറഞ്ഞ മഹാന്? ആ 10 പറഞ്ഞ ആളാരാ? പറയടാ, 10 പറഞ്ഞ ആളാരാ? എന്താണ്? 4s2 ആണ് ലാസ്റ്റ് വരാ. എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. സ്റ്റേബിൾ ആവാൻ മിനിമം എത്ര ഇലക്ട്രോൺ വേണം? 8. അപ്പൊ ഈ 2 ഇലക്ട്രോൺ അത് വിട്ടുകൊടുക്കല്ലേ നല്ലത്? അതെ. അപ്പോ ഈ കോപ്പർ സൾഫേറ്റും സിങ്കും തമ്മിൽ റിയാക്ഷൻ നടക്കാൻ പോവാണേ. ഈ സിങ്ക് എന്ത് ചെയ്തു? ഇങ്ങോട്ട് പോയി. സിങ്ക് എന്താവും? അങ്ങോട്ട് പോയിട്ട് ഈ സിങ്കിലെ 2 ഇലക്ട്രോൺ ആർക്ക് വിട്ടുകൊടുക്കും? ഈ സിങ്കിലെ 2 ഇലക്ട്രോൺ ആർക്ക് വിട്ടുകൊടുക്കും? കോപ്പറിന്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, നല്ലോണം ശ്രദ്ധിക്കണേ, ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഈ സിങ്കും സൾഫേറ്റുമായിട്ട് എന്ത് ചെയ്തു? പിന്നീട് റിയാക്ഷൻ നടക്കാൻ പോവാണ്. ഓക്കെ? എന്നിട്ട് കോപ്പർ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ ആക്ച്വലി നടന്നത് എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഇവിടെ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ആർക്കാണുള്ളത്? സിങ്കിനാണോ കോപ്പറിനാണോ? കോപ്പറിന്. ഒന്നുകൂടി ആലോചിച്ചു, റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാ? സിങ്കിന്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ റിയാക്റ്റീവ് മെറ്റൽ,
ലോവർ റിയാക്റ്റീവ് മെറ്റലുമായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു. എന്താ സംഭവിക്കുക? ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു. റെഡി അല്ലേ? അപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താണ്? സിങ്ക് എന്ത് ചെയ്തു? കോപ്പർ സൾഫേറ്റുമായിട്ട് ഇവിടെ അപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു ഫിഗർ വരക്കാം. ഇതാണ് നമ്മുടെ സിങ്ക് സൾഫേറ്റ് എന്ന് കോപ്പർ സൾഫേറ്റ് എന്ന് കരുതാം. ഇതിലേക്ക് നമ്മൾ സിങ്കിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക? സിങ്ക് സൾഫേറ്റ് ഉണ്ടാകും, കോപ്പർ എന്തായിട്ട് മാറും? അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറും. റെഡി അല്ലേ? റെഡി അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ നോക്കണം മക്കളെ, ഇവിടെ നിങ്ങൾ നോക്കണം, നല്ലോണം ശ്രദ്ധിക്കണേ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹയർ റിയാക്റ്റീവ് മെറ്റൽ ലോവർ റിയാക്റ്റീവ് മെറ്റലുമായിട്ട് ഡിസ്പ്ലേസ് ചെയ്തല്ലേ ഇവിടെ സംഭവിച്ചത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു. ആര്? സിങ്ക് അല്ലേ? അല്ലെ, ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തില്ല സിങ്ക്? ഇവിടെ 2 ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? കോപ്പറിന് കൊടുത്തു. അപ്പൊ കോപ്പർ എന്തായി? 2 ഇലക്ട്രോൺ കിട്ടിയില്ലേ? അപ്പൊ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയില്ലേ? എന്താണ് ചെങ്ങായിമാരെ? Cu2+ സിങ്കിലെ 2 ഇലക്ട്രോൺ വരാന്ന് പറഞ്ഞാൽ Cu- അല്ലേ? എടാ Cu2+ സിങ്ക് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പറഞ്ഞാൽ 2- അല്ലേ വരിക? അപ്പൊ 2+, 2- എന്തായിട്ട് മാറി? എടാ ഈ Cu2+ എന്ന് പറഞ്ഞ Cu2+ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? കോപ്പർ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു. എന്തുകൊണ്ടാണ് കോപ്പർ 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തപ്പോ Cu2+ വരാനുള്ള കാരണം എന്താ? അതിനപ്പം പോസിറ്റീവ് എനർജി കിട്ടി. അതൊക്കെ ആരാണ് പറഞ്ഞത്? വളരെ വൃത്തികെട്ടായ ആൻസർ. എടാ Cu2+ കോപ്പർ 2 ഇലക്ട്രോണിനെ സൾഫൈറ്റിന് ഡൊണേറ്റ് ചെയ്തപ്പോൾ കോപ്പറിന് 2+ എന്ന് പറയുന്ന ചാർജ് വരാനുള്ള കാരണം സൾഫൈറ്റിന് കോപ്പർ 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തതല്ലേ നമ്മൾ പറഞ്ഞത്? അതൊക്കെ സത്യമാണ്. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കോപ്പർ 2 ഇലക്ട്രോണിന് സൾഫേറ്റിന് കൊടുത്തപ്പോൾ കോപ്പറിന് Cu2+ എന്ന് വരാനുള്ള കാരണം? കോപ്പർ ഡൊണേറ്റ് ചെയ്തോണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ അതിലൊന്നും നിങ്ങൾക്ക് എതിരല്ല. എന്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കോപ്പർ ഒറ്റക്ക് വെക്കാണ് അല്ലേ? ഇത് ന്യൂട്രൽ ആറ്റം അല്ലേ? ഇതിൽ ഇലക്ട്രോണിന്റെ പ്രോട്ടോണിന്റെ എണ്ണം എന്തായിരിക്കും ഇപ്പോ? ഈക്വൽ. Cu2+ എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോൺ ആണോ പ്രോട്ടോൺ ആണോ കൂടുതൽ ഉണ്ടാവുക? പ്രോട്ടോണ്. ചങ്ങായിമാരെ, നമ്മള് കോപ്പറിന് ഇലക്ട്രോൺ അല്ലടാ ഡൊണേറ്റ് ചെയ്യുന്നത്. 10 ഇലക്ട്രോൺ ഉണ്ട്, 10 പ്രോട്ടോൺ ഉണ്ട് വിചാരിക്കാം. ഇതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 8 ഇലക്ട്രോണും 10 പ്രോട്ടോണല്ലേ എപ്പോഴും ഉണ്ടാവുക? പ്രോട്ടോൺ ആർക്കെങ്കിലും വിട്ടുകൊടുത്തോ? എന്ന് പറഞ്ഞാൽ എത്ര പ്രോട്ടോൺ ഇവിടെ കൂടുതലുണ്ട് ഇലക്ട്രോണിനേക്കാളും? കമ്പയർ ചെയ്ത് നോക്കൂ. 2. അതല്ലടാ ചങ്ങായിമാരെ 2+ എന്ന് പറഞ്ഞത്. ശരി, മനസ്സിലായല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ചെറുതായിട്ട് കൺഫ്യൂഷൻ ഉള്ള ആള്? എനിക്കുണ്ട് ചെറുതായിട്ട്. ഫുള്ള് മനസ്സിലായില്ല. എന്താ മനസ്സിലാവാത്ത പറയും? ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിലെ 1ാമത്തെ പാടാണ് കേട്ടോ, അതൊന്നും ആരോടും പറയരുത്. ഇവിടെ നോക്കൂ, കോപ്പറിന്റെ നമുക്ക് കോപ്പർ എടുക്കണ്ട. സോഡിയത്തിന് അറ്റോമിക് നമ്പർ എത്ര? 10 അല്ലേ? 11. സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11. സോഡിയത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, എത്ര പ്രോട്ടോൺ ഉണ്ടാവും? 11 ഇലക്ട്രോണും 11 പ്രോട്ടോൺ. 11 ഇലക്ട്രോൺ ഉണ്ട്, 11 പ്രോട്ടോൺ ഉണ്ട്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? പ്രോട്ടോൺ എവിടെ ഉണ്ടാവുക ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ? ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺ എവിടെ ഉണ്ടാവുക? അടിപൊളി. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺ എവിടെ ഉണ്ടാകും? ഷെല്ലിന്റെ ഉള്ളിൽ പ്രോട്ടോൺ എവിടെ ഉണ്ടാവുക? ഷെല്ലില് ഇലക്ട്രോൺ അല്ല ഉണ്ടാവുക. എടാ ആറ്റത്തില് പ്രോട്ടോൺ എവിടെ ഉണ്ടാവുന്ന?
ന്യൂക്ലിയസില് ന്യൂക്ലിയസിന്റെ ഉള്ളില് സിയ പറയൂ. പറഞ്ഞോളൂ. മോള് ചോദ്യം ഇതാടാ, ആറ്റത്തിന്റെ എവിടെയാ പ്രോട്ടോൺ ഉണ്ടാവുക? ന്യൂക്ലിയസിലല്ലേ. ഇലക്ട്രോൺ എവിടെ ഉണ്ടാവുക? കറക്റ്റാണല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇല്ല. ഈ സോഡിയം ഇവിടെ ഒരു ഇലക്ട്രോണ്, ഇവിടെ 8 ഇലക്ട്രോണ്, ഇവിടെ 2 ഇലക്ട്രോൺ, അങ്ങനെയല്ലേ ഇത് വരിക? ആറ്റത്തിന്റെ ഇതിന്റെ സോഡിയത്തിന്റെ സ്ട്രക്ചർ ഇങ്ങനെയല്ലേ വരിക ആറ്റത്തിന്റെ വൈസ് നോക്കുമ്പോ? ഈ സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ പ്രോട്ടോൺ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. ഓക്കെ, സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 10 ഇലക്ട്രോൺ. എത്ര പ്രോട്ടോൺ ഉണ്ടാവും? 12 11 എടാ, സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ 10 അല്ലേ? എത്ര പ്രോട്ടോൺ ഉണ്ടാവും? 11. എടാ, പ്രോട്ടോൺ ആരെങ്കിലും വിട്ടുകൊടുക്കണ്ടേ? ഏതാണ് ഈ ചെങ്ങായിമാരൊക്കെ ഒരു അക്ഷരം പഠിക്കാതെ വന്നിരിക്കണേ? സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ 10 ഇലക്ട്രോൺ അല്ലേ? എടാ, ഒന്നിങ്ങനെ റെസ്പോണ്ട് ചെയ്യും. ഡൗട്ട് വെച്ചിട്ടാണ് മിണ്ടാതിരിക്കല്ലേ. നിങ്ങൾ ആളെ ഭ്രാന്തനാക്കല്ലേ? എടാ, സോഡിയത്തിൽ ഒരു ഇലക്ട്രോൺ വിട്ടുപോയ കൊടുത്ത ഒരാൾക്ക് 11 ഇലക്ട്രോൺ ഒരു ഇലക്ട്രോൺ കൊടുത്താൽ ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടാവും അവിടെ? 10 അല്ലേ? പ്രോട്ടോൺ എത്ര ഉണ്ടാവും? 11. ആരാ 12 പറഞ്ഞാള്? ഓക്കെ, ഇലക്ട്രോൺ വിട്ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഡിയത്തിന് എന്താ സംഭവിക്കുക? Na+ അല്ലേ? അല്ലേ? ഇവിടെ നോക്ക് മക്കളെ, ഇവിടെ 10 ഇലക്ട്രോണും 11 പ്രോട്ടോൺ അല്ലേ? ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10 ഇലക്ട്രോൺ 11 പ്രോട്ടോൺ. പ്രോട്ടോൺ ഇവിടെ എത്ര കൂടുതൽ ഇലക്ട്രോണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ? 1. ഒന്നല്ലേ? അതല്ലേ ഇവിടെ Na+. ഇനി Cu2+ എഴുതുമ്പോൾ അവിടെ എത്ര പ്രോട്ടോണാ കൂടുതൽ ഉണ്ടാവുക? 2. ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ. എഴുതുമ്പോൾ അവിടെ എന്താണ് കൂടുതൽ? ഇലക്ട്രോണ്. എത്ര ഇലക്ട്രോൺ? 1. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി ഇവിടെ നോക്കണേ. സിങ്ക് എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു അല്ലെ? സിങ്ക് എന്ത് ചെയ്തു? 2 ഇലക്ട്രോണ് വിട്ടുകൊടുത്തു. റെഡി അല്ലേ? ആ 2 ഇലക്ട്രോൺ ആരാണ് ഗെയിൻ ചെയ്തത്? കോപ്പർ. ആ 2 ഇലക്ട്രോൺ ആര് ഗെയിൻ ചെയ്തു? കോപ്പർ. ഇവിടെ നോക്കണേ, ശ്രദ്ധിക്കണം. സിങ്ക് ഇവിടെ ആദ്യം ന്യൂട്രൽ ആയിട്ടല്ലേ? പ്രത്യേകിച്ച് ആരുമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആ സിങ്ക് എന്ത് ചെയ്തു? 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ Zn2+ അല്ലേ? അതെ. പ്ലസ് ആ 2 ഇലക്ട്രോൺ ഞാൻ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇവിടുന്ന് 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തില്ലേ? ഈ വിട്ടുകൊടുത്തതിന് ആ റിയാക്ഷൻ എവിടെയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? എടാ, നമ്മൾ ചെറിയ ക്ലാസ്സില് ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ പഠിച്ചത് ഓർമ്മ ഉണ്ടാ?
8ാം ക്ലാസ്സിൽ ഓക്സിഡേഷൻ അല്ല 9ാം ക്ലാസ്സിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റർ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന റിയാക്ഷനെ ഓക്സിഡേഷൻ. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന റിയാക്ഷൻ എന്താ വിളിക്കുക? റിഡക്ഷൻ. ഇവിടെ ഓക്സിഡേഷൻ ആണ് ഞാൻ എഴുതിയത്. സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇലക്ട്രോൺസ് വിട്ടെടുത്ത്. ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. സിങ്ക് ആദ്യം ഇവിടെ 0 ആയിരുന്നില്ലേ? അതെ. ഇവിടെ നോക്കുമ്പോ 0 അല്ലേ? 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോഴല്ലേ സിങ്ക് 2+ ആവുക. ആ 2 ഇലക്ട്രോൺ ഞാൻ വിട്ടുകൊടുത്ത ഇലക്ട്രോൺ ഇവിടെ എഴുതി വെച്ചു. വിട്ടുകൊടുത്ത റിയാക്ഷൻ അല്ലേ? ഇനി ഈ 2 ഇലക്ട്രോണാണ് ആർക്കെങ്കിലും കൊടുക്കുക? എടാ സിങ്ക് ഇവിടുത്തെ കോപ്പർ സൾഫേറ്റുമായിട്ട് ഞാൻ ലീവ് ആവുന്നുണ്ട്. അതെ, ചാർജ് തീർന്നു ഫോണില്. അതാരാ ലീവ് ആവുന്ന ആള്? ബാസിത്ത്. എന്നിട്ട് പറയും എനിക്ക് ക്ലാസ് ഒന്നും മനസ്സിലായിട്ടില്ല, പിന്നെ ഒന്ന് അല്ല സാറേ കഴിഞ്ഞി. അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഈ പോയിക്കോ. ഇല്ലെങ്കിൽ എന്താ റെക്കോർഡ് ക്ലാസ് അല്ലേ? അത് അടക്കൊന്നും റെക്കോർഡ് ക്ലാസ് അല്ലല്ലോ ഞാൻ അയച്ചല്ലേ. അല്ല ലാസ്റ്റ് ഞാൻ കണ്ടോളാം. ഓക്കെ റെഡി. അപ്പോ ഇവിടെ ഈ സിങ്ക് എന്ത് ചെയ്തു? ഇലക്ട്രോണിനെ എന്ത് ചെയ്യാണ്? ഡൊണേറ്റ് ചെയ്യാണ് അല്ലേ മക്കളെ? അപ്പൊ സിങ്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നത്? കോപ്പറിനല്ലേ? അപ്പൊ നമ്മളോട് ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ എന്ത് വിളിക്കും? ഓക്സിഡേഷൻ എന്ന് വിളിക്കും. അതില്ല ഞാൻ എഴുതിയത് ഇവിടെ. ഇനി ആരാണ് ഇലക്ട്രോൺ സ്വീകരിക്കുന്നത്? കോപ്പറിന് ഇപ്പത്തെ അവസ്ഥ എന്താ? അവിടെ ആരാണ് കുട്ടിയുടെ അടുത്തൊക്കെ? ഞാനുണ്ട് ഈ സ്വഭാവം മാറ്റുന്നത്. ഈ കുട്ടികളുടെ അടുത്ത് വന്ന് ക്ലാസ് കേൾക്കില്ലേ? ആരാണ് പറയുന്നിടത്തോളം പിരാന്താക്ക? ഈ കോപ്പർ സൾഫേറ്റ് ഉണ്ടല്ലോ, ഈ കോപ്പർ സൾഫേറ്റിലെ കോപ്പറിന്റെ അവസ്ഥ എന്താ? പോ നോക്കിയാ Cu2+ അല്ലേ? അതിങ്ങനെ എഴുതിയാല് ഈ കോപ്പർ അല്ലേ ഈ 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നത്? അപ്പൊ എന്ത് ചെയ്യാ? Cu2+ 2e എന്ന് പറഞ്ഞാൽ അതെന്തായിട്ട് മാറും? അല്ലെ? ഈ 2 ഇലക്ട്രോണും ഇതിലേക്ക് ഗെയിൻ ചെയ്യല്ലേ? അപ്പൊ ഇതെന്തായിട്ട് മാറും? Cu ആയിട്ട് മാറൂലേ? ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? റിഡക്ഷൻ. ഇപ്പൊ മനസ്സിലായോ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്താന്ന്? അപ്പോ ഇങ്ങനെ ഒരു റിയാക്ഷൻ, വലിയൊരു റിയാക്ഷൻ നൽകിയിട്ട് നിങ്ങളോട് പറയാൻ ഓക്സിഡേഷൻ റിഡക്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അവരെ റിയാക്ടന്റ് സൈഡിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാ? എത്ര ഇലക്ട്രോൺ പോയി ആ ഇലക്ട്രോൺ ഇതുപോലെ എഴുതണം. മനസ്സിലായോ? പിന്നെ എന്ത് ചെയ്തോ? ആരാണോ ആ ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് അവരെന്തായാലും ഒരു അയോൺ ആവില്ല. ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോ Cu2+ ആവുമ്പോ അല്ലെ? ആ Cu2+ ആ 2 ഇലക്ട്രോണും കൂടി കൂടിയാൽ എന്തായിട്ട് മാറി? Cu ആയിട്ട് മാറി. കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷന് പറയുന്ന ഒരു പേരുണ്ട്. എന്താ അറിയോ? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷന് പറയുന്ന ഒരു പേരുണ്ട്. എന്താ അറിയോ? ഓക്സൈഡ് റിഡോക്സ് റിയാക്ഷൻ. എന്താ പറയാ? റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിന്റെ റിഡോക്സ് റിയാക്ഷൻ എഴുതാൻ പറയും പരീക്ഷയ്ക്ക്. ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻ അല്ലേ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞത്? അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇതിലത്തെ ഓക്സിഡേഷന്റെ റിയാക്ടന്റ് സൈഡ് ഏതാ? ഇവിടുത്തെ ഓക്സിഡേഷന്റെ റിയാക്ടന്റ് സൈഡ് ഏതാ? റിയാക്ടന്റ് സൈഡും പ്രോഡക്റ്റ് സൈഡ് ഏതാന്ന് അറിയില്ല അല്ലെ? ഇത് റിയാക്ടന്റ് സൈഡ്, ഇത് പ്രോഡക്റ്റ് സൈഡ്. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? ഓക്സിഡേഷന്റെ റിയാക്ടന്റ് സൈഡ് Zn ആണ്. അതിന് ഞാൻ ഇവിടെ എഴുതി. ഇനി റിഡക്ഷന്റെ റിയാക്ടന്റ് സൈഡ് ഏതാ? റിഡക്ഷന്റെ റിയാക്ടന്റ് സൈഡ് ഏതാ?
സെറീൻ റിഡക്ഷന്റെ റിയാക്ടന്റ് സൈഡ് അല്ലേ? അതിന് ഇങ്ങോട്ട് അതുപോലെ ഒരുമിച്ച് എഴുതാം. കാരണം എന്താ? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻ അല്ലേ? എന്ത്? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻ അല്ലേ? എന്ത്? റിയാക്ഷൻ. അപ്പൊ എന്ത് ചെയ്തു? സിങ്കും Cu2+ 2e ഒരുമിച്ച് എഴുതിയില്ലേ? റിയാക്ടന്റ് സൈഡുകൾ മൊത്തം കഴിഞ്ഞില്ല ഇവിടുത്തെ. ഇനി പ്രോഡക്റ്റ് സൈഡുകൾ ഇതേപോലെ ഒരുമിച്ച് എഴുതുക. എഴുതിക്കൂടെ? ഏതൊക്കെയാ പ്രോഡക്റ്റ് സൈഡ് പറഞ്ഞ? Zn2+ പ്ലസ് 2 ഇലക്ട്രോൺ പ്ലസ് C. അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി മക്കൾ നോക്കൂ, റിയാക്ടന്റ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഒരേപോലത്തെ കാണുന്ന ആരെങ്കിലും ഉണ്ടോ? രണ്ട് ഇലക്ട്രോൺ കട്ട് ചെയ്യാം. കട്ട് ചെയ്തോ? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിയാക്ഷൻ എഴുതി നോക്കൂ. Zn+ Cu2+ gives Zn2+ Cu. ഇതാണ് ഇതിന്റെ എന്ത്? റിഡോക്സ് റിയാക്ഷൻ. ഇവിടെ നോക്ക് മക്കളെ, സിങ്ക് അല്ലേ? സിങ്ക് അല്ലേ ഇലക്ട്രോൺ വിട്ടുകൊടുത്തത്? സിങ്ക് ഇലക്ട്രോൺ വിട്ടുകൊടുത്തപ്പോൾ അവസ്ഥ ഇവിടെ കണ്ടോ? Zn2+ ആയില്ലേ? ആ സിങ്ക് ഈ കോപ്പറിനല്ലേ ഇലക്ട്രോൺ വിട്ടുകൊടുത്തത്? കോപ്പർ ഇലക്ട്രോൺ വിട്ടുകൊടുത്തപ്പോ Cu ആയത് കണ്ടോ? അപ്പൊ ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷൻ അല്ലേ ഇത്? അതുകൊണ്ട് ഈ റിയാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? കൺഫ്യൂഷൻ ഇല്ലല്ലോ? മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസ്പ്ലേസ് ചെയ്യാം. ഹയർ മെറ്റലിന് ലോവർ ഹയർ റിയാക്റ്റീവ് മെറ്റല് ലോവർ റിയാക്റ്റീവ് മെറ്റലിനെ സംഭവിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ്. കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതി തരാം, അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. 2AgNO3 plus Cu gives CuNO3 twice plus 2Ag. ഇവയുടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻ അല്ല. ഇതിന് എന്താ എഴുതേണ്ടത്? റൈറ്റ് ദി റിഡോക്സ് റിയാക്ഷൻ. ചെയ്തൂടെ? NO3യുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. NO3യുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -. ഇത്ര പോരെന്തെങ്കിലും വേണോ? ചെയ്തൂടെ? NO3 എത്രയാണ്? -1. That means മൈനസ്. റെഡി അല്ലേ? ഇത് ഹോംവർക്ക് ആണ്. ഇനി എന്ത് ചെയ്യാ? നമ്മളുടെ ആര് ലെഫ്റ്റ് ആവുക? JTSലെ മക്കള് ലെഫ്റ്റ് ആവുക, ബാക്കിയുള്ള മക്കൾ അവിടെ നിൽക്കുക. ഓക്കേ സർ.